റോഡരികിൽ നടപ്പാതയില്ല. ആളുകൾ നടക്കുന്നത് റോഡിലൂടെ. പേരാവൂർ മണത്തണ റോഡിൽ വളയങ്ങാടാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നടപ്പാത ഇല്ലാത്തതിനാൽ റോഡിലൂടെ നടക്കുന്നത്. എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വന്നാൽ തോട്ടിലേക്ക് ചാടേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക്. പേരാവൂർ മണത്തണ റോഡിൽ വളയങ്ങാട് മുതൽ റോഡരികിൽ നടപ്പാതയില്ലാത്തത് ആളുകൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ റോഡിലൂടെയാണ് നടക്കുന്നത്. വളയങ്ങാട് കൊട്ടംചുരം മുതൽ മണത്തണ വരെ ഇതാണ് സ്ഥിതി. റോഡിന്റെ ടാറിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഓവുചാലുള്ളത്. അതിനു തൊട്ടടുത്താണ് വലിയ പാടവും. രണ്ടു ദിശയിൽ നിന്നും വലിയ വാഹനങ്ങൾ ഒരുപോലെ വന്നാൽ എങ്ങോട്ട് മാറണമെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. നിരവധി തവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. രണ്ട് സൈഡിലും കാടാണ്, ആണിയാണ്. നടപ്പാതെ ഒരു വഴിയില്ല. രണ്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ സഞ്ചരിച്ചാൽ ആണി തുള്ളേണ്ട കൈകാറാണ്. ഇത് പർവ്വത ബാധികയാണ്. സ്കൂൾ കുട്ടികൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യുന്നോക്കാം. പക്ഷേ സ്കൂൾ ചെറിയ കുട്ടികളുടെ സ്ഥിതി വളരെ മോശമാണ്. അതിനുള്ള സംവിധാനം ഈ കാന കയറിയിട്ട് വെള്ളം ഒഴുകുന്നതോ ഒന്നും തടയാനുള്ള സംവിധാനം ഇതുവരെ പഞ്ചായത്ത് ചെയ്തില്ല. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഇതാണ് കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ ആണി വൃത്തിയാക്കിയതും ക്ലീൻ ചെയ്തതും എല്ലാം വൃത്തിയാക്കിയതും കാര്യങ്ങൾ. സ്കൂൾ വിദ്യാർത്ഥികളാണ് നടപ്പാതയില്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. വളയങ്ങാട് കൊട്ടംചുരം മേഖലകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. രാത്രികാലങ്ങളിൽ അപകടാവസ്ഥ കൂടുതൽ ഗുരുതരമാകും. നിരവധി തവണ ഇത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും നാട്ടുകാർ പറഞ്ഞു. മഴക്കാലത്ത് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളക്കെട്ടാണ് ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം. ഇവിടെ നടപ്പാത ഒരുക്കുന്നതിന് അധികൃതർ എത്രയും വേഗം മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.